എല്ലാ സുഹൃത്തുക്കളെയും ഒരിക്കൽ കൂടി ലൈഫ് വിഷൻ ടോക്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോ ഒരു കുടുംബനാഥനെക്കുറിച്ചാണ്. അതായത് എൻ്റെ ഒരു കഴിഞ്ഞ വീഡിയോ അമ്മയെക്കുറിച്ചായിരുന്നു, ഇന്ന് അച്ഛനെക്കുറിച്ച്. എപ്പോഴും ഈ അച്ഛൻ, അമ്മ, മക്കൾ ഇങ്ങനൊരു 3 ബന്ധങ്ങളാണ് ഒരു കുടുംബത്തിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത്. മോസ്റ്റ്ലി ഒരു പിതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ എപ്പോഴും കുടുംബത്തിന് പുറത്തായിരിക്കും. ബിസിനസ്സായിട്ടോ അല്ലെങ്കിൽ ജോലിയായിട്ടോ ഒക്കെ പുറത്തായിരിക്കും, അകലങ്ങളിലായിരിക്കും, ഒരുപക്ഷെ പുറം നാട്ടിലുമായിരിക്കും. അപ്പോൾ ഈ കുടുംബത്തിൻ്റെ ഏറ്റവും കൂടുതൽ ഭാരം എല്ലാം പേറുന്നത് അമ്മയായിരിക്കും. അമ്മയുടെ വലിയ റോളാണ്. കുഞ്ഞുങ്ങളെ നോക്കുക, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം ശ്രദ്ധിക്കുക, കുഞ്ഞുങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിക്കുക. ഒപ്പം കുടുംബത്തിലെ എല്ലാവിധ കാര്യങ്ങളും അതേപോലെ ഭർത്താവിനെ ധരിപ്പിക്കുകയും ഭർത്താവും കുഞ്ഞുങ്ങളും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ എപ്പോഴും യാതൊരു കോട്ടവുമില്ലാതെ നടത്തിക്കൊണ്ടു പോകുന്നത് ഒരമ്മയുടെ കടമയാണ്. പ്രധാനമായും ഈ കുടുംബങ്ങളിൽ കണ്ടുവരാറുള്ളത് പെൺകുട്ടികൾ ജനറലി അച്ഛനുമായിട്ടൊക്കെ നല്ല അറ്റാച്ച്മെൻ്റ് ആയിരിക്കും, സ്വാഭാവികം. മറിച്ച് അതിനൊരു കാരണമുണ്ട്. കാരണം കുട്ടികളിൽ എന്തെങ്കിലും അപാകത എന്തുണ്ടെങ്കിലും അമ്മ എപ്പോഴും കുഞ്ഞുങ്ങളെ ശാസിക്കും. ചില കുട്ടികൾക്ക് അതിൽ ബുദ്ധിമുട്ടുണ്ടാകും, മറിച്ച് അച്ഛൻ അടുത്തില്ലാത്ത കാരണം ശാസിക്കാനുള്ള സാധ്യതയില്ല. അപ്പോൾ കുട്ടികൾക്ക് കുറച്ച് അറ്റാച്ച്മെൻറ്റ് കൂടുതൽ അച്ഛനോടുണ്ടായിരിക്കും. മറിച്ച് ആൺകുട്ടികളാണെങ്കിൽ ആൺകുട്ടികളുടെ ആവശ്യങ്ങളെല്ലാം സാധൂകരിക്കണമെങ്കിൽ അത് നേരിട്ട് അച്ഛനോടായിരിക്കില്ല. ഇനി അച്ഛനോട് എന്ത് പറഞ്ഞാലും അച്ഛൻ അമ്മയുമായി സംസാരിക്കാൻ പറയും. അമ്മയ്ക്കറിയാൻ പോയി സാധിക്കും ഒരു പരിധി വരെ അതിൻ്റെ ആവശ്യം, അത് അത്യാവശ്യമാണോ അത്യാവശ്യമല്ലയോ. എന്തായാലും ഒരമ്മയ്ക്ക് വലിയ കടപ്പാടുകളുണ്ട്. അപ്പോൾ അത് എക്കണോമിക്കൽ ഫാക്ടർ, അതായത് സാമ്പത്തിക ശാസ്ത്രം വെച്ച് നോക്കുമ്പോൾ ചിലവുകളെ കൺട്രോൾ ചെയ്യുക, പരിധിയിൽ പരിമിതപ്പെടുത്തുക, ഇതൊക്കെ ഒരു അമ്മ ചെയ്യാറുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ചില സമയങ്ങളിൽ ഈ ആൺകുട്ടികളുടെ ആവശ്യങ്ങളും പെൺകുട്ടികളുടെ ആവശ്യങ്ങളും അമ്മ സഫലീകരിച്ചു കൊടുക്കണം. അതൊരാവശ്യമാണ്. എന്നാൽ ഇവിടെ കുടുംബത്തിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, കുഞ്ഞുങ്ങളിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, സ്വന്തം അമ്മയ്ക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എല്ലാം നല്ല അമ്മമാർ അച്ഛനെ അറിയിക്കാറില്ല. കാരണം അദ്ദേഹം ജോലിയിലാണ്, നമ്മിൽ നകന്ന് കഴിയുകയാണ്, മാനസിക ബുദ്ധിമുട്ടുകളുണ്ടാകും, മാനസിക സമ്മർദ്ദമുണ്ടാകും. ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഭാര്യയോടോ മക്കളോടോ അതൊന്നും അറിയിക്കാതെ അദ്ദേഹം അധ്വാനിച്ച് കുടുംബത്തിലെ കാര്യം നോക്കാനും കുട്ടികളുടെ വിദ്യാഭ്യാസം നോക്കാനും അവരുടെ വിദ്യാഭ്യാസമെല്ലാം കഴിഞ്ഞ് അവരെ ജോലി ആക്കാനും അവരെ ജീവിക്കാൻ ഉള്ള പാകത്തിന് ശക്തിപ്പെടുത്താനും ഒപ്പം അവരുടെ വിവാഹം വരെയും നടത്താനും വേണ്ടി മാത്രമായിരിക്കും ഒരു അച്ഛനും അമ്മയും പ്രവർത്തിക്കുക. ഒന്ന് മനസ്സിലാക്കേണ്ടത്, ഒരച്ഛൻ്റെ വലിയ റോളാണ് ഒരു കുടുംബത്തിന് ഉണ്ടാകുന്നത്. അതായത് ശരിക്കും ഒരു കുടുംബത്തിൻ്റെ ശക്തിമാൻ എന്ന് പറയുന്നത് അച്ഛനാണ്. പലർക്കും അറിയില്ല ഒരച്ഛൻ എന്ത് കഷ്ടപ്പെടുന്നു, അദ്ദേഹം എന്തൊക്കെ വേദനകൾ സഹിച്ചിട്ടാണ് കുടുംബത്തിൽ നിന്നും കുട്ടികളിൽ നിന്നും അകന്നു നിന്ന് കുടുംബത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ബുദ്ധിമുട്ടുന്നത്. മോസ്റ്റ്ലി കുട്ടികൾ മനസ്സിലാക്കിയിരിക്കും. എന്നാൽ ആ അച്ഛൻ്റെ ബുദ്ധിമുട്ടുകളെക്കുറിച്ച് അമ്മ തീർച്ചയായിട്ടും കുഞ്ഞുങ്ങളെയും പറഞ്ഞ് ബോധവൽക്കരിച്ചിരിക്കണം. അവസാനം കുട്ടികൾ എല്ലാം പ്രായമായി, അവരെല്ലാം വിദ്യാഭ്യാസം കഴിഞ്ഞ് ജോലി ആയി കഴിയുമ്പോഴേക്കും അവരുടെ വിവാഹം ആയി കഴിയുമ്പോഴും ആയിരിക്കും മിക്കവാറും ഈ മാതാപിതാക്കൾ വീട്ടിലേക്ക്
അവരുടെ റിട്ടയർഡ് ലൈഫിനായി വീട്ടിൽ എത്തേണ്ടത്. അവരന്ന് വരെ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ചെയ്ത നേട്ടങ്ങൾ, അതിൽ കിട്ടുന്ന നേട്ടങ്ങളുടെ ചെറിയൊരു ഭാഗം അവരുടെ റിട്ടയർഡ് ലൈഫിൽ അവർ ആഗ്രഹിക്കാറുണ്ട്. ആ ഒരു ആഗ്രഹത്തിൽ അവർ വീട്ടിലെത്തുന്നു. കുട്ടികൾ എത്ര കണ്ട് അച്ഛനെ സ്നേഹിക്കാനും അച്ഛന് വേണ്ട കാര്യങ്ങൾ ചെയ്യാനും അച്ഛന് മാത്രമല്ല അമ്മയെ നല്ല രീതിയിൽ സംരക്ഷിക്കാനും കടമപ്പെട്ടവരാണ് കുട്ടികൾ. അവർ അതിന് പ്രാപ്തരാകുമ്പോൾ അവർ അവരുടേതായ കടമകൾ നല്ല രീതിയിൽ ചെയ്യുമ്പോൾ അന്ന് മാത്രമായിരിക്കും ഇത്രയും നാൾ കഷ്ടപ്പെട്ടതിൻ്റെ ഒരു ഫലം അനുഭവിക്കാനുള്ള സമയം അവർക്ക് ലഭിക്കുന്നത്. പിന്നൊരു അംഗത്തിന് അവർ മുതിരില്ല. നല്ല കുട്ടികൾ അപ്പോഴേക്കായിരിക്കും അച്ഛനെ സ്നേഹിക്കാനും അച്ഛനോടൊപ്പം സമയം ചെലവഴിക്കാനും അച്ഛൻ്റെ ആവശ്യങ്ങൾ അറിയാനും കുട്ടികൾക്ക് കിട്ടുന്ന ഒരു സമയം എന്ന് പറയുന്നത് അവരുടെ ആഫ്റ്റർ 55 അല്ലെങ്കിൽ 60 വയസ്സിന് ശേഷമായിരിക്കും. അമ്മയും ഒത്തിരി ദുഃഖങ്ങൾ അനുഭവിച്ചിരിക്കും. എന്തു തന്നാലും അച്ഛൻ്റെ ആബ്സെൻസിൽ അമ്മ എല്ലാ കാര്യങ്ങളും നോക്കി, കുട്ടികളുടെ കാര്യങ്ങളും നോക്കി അവർക്ക് വേണ്ടതൊക്കെ ചെയ്യുമ്പോൾ അമ്മയെ സഹായിക്കാനോ അമ്മയുടെ ദുഃഖങ്ങളോ അറിയാൻ അച്ഛന് സാധിക്കില്ല. മറിച്ച് സെയിം വേ അച്ഛൻ്റെ ദുഃഖങ്ങളും ബുദ്ധിമുട്ടുകളും കാണാനും അറിയാനും അമ്മയ്ക്കും സാധിക്കില്ല. കാരണം 2 ദിശകളിൽ നിന്നാണ് അവർ കുടുംബത്തെ നയിക്കുന്നത്. സോ എനിക്ക് സ്നേഹമുള്ള കുട്ടികളോട് പറയാനുള്ളത്, നിങ്ങൾ എത്ര കണ്ട് ഏത് സ്ഥാനത്തിലെത്തിയാലും അതിൻ്റെ കാരണക്കാർ, അതിൻ്റെ ശില്പികൾ എന്ന് പറയുന്നത് അച്ഛനും അമ്മയും. അവരുടെ അവസാന നാളുകൾ ഏറ്റവും കൂടുതൽ സന്തോഷത്തോടെ ജീവിക്കാനുള്ളൊരു സാഹചര്യം മക്കൾ ഉണ്ടാക്കിയിരിക്കണം. ഒരിക്കലും മാതാപിതാക്കൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യങ്ങളും നിങ്ങളിലൂടെ ഉണ്ടാകരുത്. കാരണം ഇന്ന് നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങൾ ഏത് രീതിയിൽ കാണുന്നു അതിൽ നിന്നും കുറച്ചുകൂടി വ്യത്യസ്തമായും നല്ല രീതിയിലായിരിക്കും നിങ്ങളുടെ റിട്ടയർമെൻറ്റ് സമയത്ത് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളോട് കാണിക്കുന്നത്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അത് പഠിക്കും. അവരുടെ ഗ്രാൻഡ് ഫാദറിനെയും ഗ്രാൻഡ് മദറിനെയും അവരുടെ പേരൻസ് എങ്ങനെ നോക്കുന്ന അവരെല്ലാം വാച്ച് ചെയ്യും. ഒരുപക്ഷെ അതിനെക്കുറിച്ചൊന്നും പറയില്ല എങ്കിൽ തന്നെയും അതെല്ലാം അവരുടെ മനസ്സിൽ കാണും. ഇറ്റ് ഈസ് എ സൈക്ലിംഗ്. ഇതൊരു സൈക്കിളാണ്, ഒരു ചെയിൻ മോഡലാണ്. നാം എന്ത് ചെയ്യുന്നു അത് തന്നെയായിരിക്കും നമ്മുടെ കുട്ടികൾ നമ്മളോടും ചെയ്യുന്നത്. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഈ വീഡിയോ കാണുന്ന എല്ലാ ശ്രോതാക്കളും ഇതേപോലുള്ള മനസ്സിൻ്റെ ഉടമകൾ ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ആയിരിക്കണമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമുക്ക് ജീവൻ തന്നത് നമ്മുടെ മാതാപിതാക്കളാണ്. അവരുടെ കടമകൾ അവർ തീർത്തു. അവർ നമ്മെ സന്തുഷ്ടരാക്കി മാറ്റിക്കഴിഞ്ഞു. ഇനി അവരെ സന്തുഷ്ടരാക്കേണ്ടത് നമ്മളാണ്. അവർക്ക് വേണ്ടത് എന്താണെന്ന് കണ്ടറിയുക. ഒരിക്കലും മോനെ എനിക്കിത് വേണം എന്നുള്ള ആ ഒരു വാക്ക് നിങ്ങൾ കേൾക്കരുത്. മാതാപിതാക്കളിൽ നിന്നും അങ്ങനെയുള്ളൊരു അഭ്യർത്ഥന, അവരുടെ ഒരു ആവശ്യങ്ങളോ വരുന്നതിന് മുൻപായി അവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് കണ്ടറിഞ്ഞ് അത് സഫലീകരിച്ച് കൊടുക്കേണ്ടത് ഓരോ കുഞ്ഞുങ്ങളുടെയും കടമയാണ്.
അതാണ് ജീവിതമെന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരിക്കൽ കൂടി പറയുന്നു, ഏതാണ്ട് 55-60 വയസ്സ് കഴിയുമ്പോൾ പിതാവ് വീട്ടിലെത്തുന്നത് ഒരു റിട്ടയർമെൻറ്റ് ലൈഫിന് വേണ്ടിയാണ്. നിങ്ങൾ അദ്ദേഹത്തിന് കിട്ടാത്ത ആ ജീവിതം, നിങ്ങളെ ചെറുപ്പകാലത്തിൽ താലോലിക്കാൻ സാധിക്കാത്ത ഒരു സമയമെല്ലാം അവർക്ക് കിട്ടുന്നത് വീട്ടിലെത്തിയതിന് ശേഷം. ആ ഒരു സമയം കുഞ്ഞു മക്കളെപ്പോലെ തന്നെ അവർക്ക് താലോലിക്കാനുള്ളൊരു സാഹചര്യം, ആ ഒരു ഡൈസം ഉണ്ടാക്കേണ്ടത് നിങ്ങളായിരിക്കണം, മക്കളായിരിക്കണം. അവർ സന്തോഷത്തോടെ അവർ ജീവിക്കണം. മരിക്കും വരെ അവരുടെ സന്തോഷം തന്നെ ആയിരിക്കണം അവർക്ക് കൈമുതലായി ഉണ്ടാകേണ്ടത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി, എല്ലാ കുഞ്ഞുങ്ങളോടും ഒരിക്കൽ കൂടി പറയുന്നു, മാതാപിതാക്കളെ എന്നും ദൈവത്തിന് തുല്യമായി കാണുക. അവരാണ് നിങ്ങളെ ഈ ലോകത്തിന് ഇത്രയും ലെവലിൽ എത്തിച്ചതെന്നുള്ള ഒരു ഓർമ്മ എപ്പോഴും മനസ്സിലുണ്ടാകട്ടെ. കുടുംബത്തിന് സമാധാനമുണ്ടാകട്ടെ, നിങ്ങൾക്കും സമാധാനമുണ്ടാകട്ടെ. എല്ലാം നല്ല രീതിയിൽ നടന്നാൽ ആ കുടുംബം എപ്പോഴും ഐശ്വര്യപൂർണ്ണമായിരിക്കും. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിച്ചാലും. ഞാൻ GK തുമ്പക്കാരൻ. താങ്ക് യു.